യേശുവിൻ്റെ ജീവിതം 33.5 വർഷം, മൂന്നായിട്ട് തിരിച്ചു. 12 വർഷം, 18 വർഷം, രണ്ടും കൂടെ ഒന്നിപ്പിച്ചു 30 വർഷം. പഠിക്കാൻ തന്നിട്ടില്ല. 3.5 വർഷം കൊണ്ട് 35-ലേറെ അത്ഭുതങ്ങൾ 6 സ്ഥലങ്ങളിൽ, വീട്ടിൽ, ശവക്കോട്ടയിൽ, പള്ളിയിൽ, കടലിൽ, കരയിൽ, വഴിയിൽ. ഈ 3.5 വർഷം കൊണ്ട് 10 ഗ്രൂപ്പ് ആളുകളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, യേശു ദൈവമാണെന്ന് വെളിപ്പെട്ട് കിട്ടിയത് 3 കൂട്ടർക്കാണ്. മറക്കരുത് എൻ്റെ പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ. 2, യേശു ദൈവമാണെന്ന് ദൈവം തമ്പുരാൻ മനസ്സിലാക്കി കൊടുത്തത് 3 കൂട്ടർക്കാണ്. വേറെ കൂട്ടരുണ്ട്, പ്രധാനമായി 3, 6. 3, യേശു ദൈവമാണെന്ന് മനസ്സിലായിട്ടും യേശു ദൈവമാണെന്ന് വെളിപ്പെട്ട് കിട്ടിയിട്ടും സംശയിച്ചത് 3 കൂട്ടം ആളുകളാണ്. ഇപ്പം എത്രയായി? ഇവിടെ ആരുമില്ലേ? 9. അപ്പം ഒന്നാമത്തെ കൂട്ടരാരാ? യേശു ദൈവമാണെന്ന് വെളിപ്പെട്ട് കിട്ടി. രണ്ടാമത്തെ കൂട്ടര് യേശു ദൈവമാണെന്ന് മനസ്സിലായി. മൂന്നാമത്തെ കൂട്ടര് നമ്മളുമായിട്ടൊക്കെ ബന്ധമുള്ളവരാ. വെളിപ്പെട്ടും കിട്ടി, മനസ്സിലാകുകയും ചെയ്തു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? സംശയിക്കും. 3-ാമത്തെ കൂട്ട്. 9 കൂട്ടം ആളുകളെ ഞാൻ വിട്ടുകളയുന്നു, സമയമില്ലാത്തതുകൊണ്ട്. 10-ാമത്തെ ഗ്രൂപ്പില്ല, ഒരാളേ ഉള്ളൂ. നീയാണോ ക്രിസ്തു എന്ന് പലവട്ടം പല ആളുകൾ ചോദിച്ചിട്ടും തെളിച്ചു പറയാതെ മറച്ചു വെച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ എൻ്റെ സകരമാണ്. എന്നിട്ട് ഉന്നതന്മാരായ ആളുകളോട് ഒന്നും പറയാത്ത ആ മഹൽ സത്യം ചോദിക്കാത്ത ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശു പറഞ്ഞു, കൊച്ചേ, നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശീഹ. എന്തുകൊണ്ട്? അവിടാണ് ഞാൻ ഈ പ്രസംഗത്തിലേക്ക് കിടക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ അഗപ്പെ വോയ്സിൻ്റെ ഒരു മാസിക വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് വടക്കാട്ടിൽ സാറാത്ത് എഴുതി വെച്ചിരിക്കുന്നു, സുവിശേഷ പ്രസംഗത്തിൽ പ്രസംഗിക്കേണ്ട പ്രസംഗ വിഷയങ്ങൾ എന്തൊക്കെ. അതിലൊരെണ്ണം പാപിയെ സ്നേഹിക്കുന്ന ക്രിസ്തു, അതൊക്കെ പ്രസംഗിക്കണമെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ പ്രസംഗത്തിന് നമ്മൾ പേരിടുന്നു, പാപിയെ സ്നേഹിക്കുന്ന പ്ലസ് പാപത്തെ വെറുക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഒന്നുകൂടെ പറയുന്നു, പാപിയെ സ്നേഹിക്കുന്ന പാപത്തെ വെറുക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ വിഷയം മനസ്സിൽ കിടക്കട്ടെ. ഇനി എൻ്റെ ചിന്തയിലേക്ക് പോകാം. ആരോടും വെളിപ്പെടുത്താത്ത ഈ സത്യം എന്തുകൊണ്ട് ശമരിയ സ്ത്രീയോട് യേശു വെളിപ്പെടുത്തി? ഉത്തരം ചിന്തിച്ചാൽ ഈ 10-26 വാക്യത്തിലുള്ള ആശയങ്ങളെ ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ എങ്ങനെ യേശു പറയാതിരിക്കും എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ ഈ 26 വാക്യത്തിലെ ആശയങ്ങളെ, സംഭാഷണങ്ങളെ, യേശുവിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ഞാനാണ് മശീഹ എന്ന് പറയാനിടയായി തീർന്ന കാര്യങ്ങളെ 3 പോയിന്റുകളായിട്ട് തിരിക്കുകയാണ്. ശമരിയ സ്ത്രീ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചത് ഏത് രീതിയിലാണ് എന്നുള്ളതിന് 3 പോയിന്റുകൾ പറയുമ്പോൾ പ്രസംഗം തീരും. 1, ശമരിയ സ്ത്രീ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. അതാണ് ഒന്നാമത്തെ കാര്യം. 1. 2, എന്തെല്ലാം കാര്യങ്ങളാണോ ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് അറിഞ്ഞത്, ആ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചിന്തകളാണ്. സമ്മതിക്കുക എന്നുള്ളതാണ്. 3-ാമത്തേതെ കുറച്ച് പ്രയാസം, എന്നാലും പറയാം. അറിഞ്ഞ് സമ്മതിച്ച കാര്യങ്ങൾ അനുസരിക്കണം. ഈ 3 കാര്യങ്ങൾക്ക് മനസ്സ് വെച്ചാൽ ഇന്ന് രാത്രി അവൻ മശീഹായാണെന്ന്, ദൈവപുത്രനാണെന്ന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. സ്തോത്രം. ഇനി ഒരു ഭേദഗതി കൂടെ ആ ഹെഡിങ്ങൾക്ക് തരണം. നമ്മളെല്ലാം യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണം, അറിഞ്ഞാൽ പോരാ, അറിയേണ്ടത് പോലെ അറിയണം. 2, സമ്മതിച്ചാൽ പോരാ. അങ്ങനെ നമ്മൾ സമ്മതിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെല്ലാം കാര്യം സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ സമ്മതിക്കത്തൂല. അതുകൊണ്ട് സമ്മതിക്കേണ്ടതെല്ലാം സമ്മതിക്കണം. 3, നമുക്ക് സൗകര്യവും
സാഹചര്യവും ഉള്ളപ്പോൾ അനുസരിക്കാൻ വേണ്ടി മാറ്റിവെക്കരുത്. മറിച്ച് ഞങ്ങളൊക്കെ വില കൊടുത്താൽ ഇവിടം വരെ എത്തിയത്, അതുകൊണ്ട് ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. അനുസരിക്കുവാനുള്ള മുഴുവൻ കാര്യങ്ങളും അനുസരിച്ചേ പറ്റൂ. ഈ 3 കാര്യങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പന്തൽ വിട്ടു പോകും മുമ്പ് യേശുവിൻ്റെ ദൈവത്വം നിങ്ങൾ അറിഞ്ഞിരിക്കും. നമുക്ക് ചിന്തിച്ചു പോകാം. ഒന്നാമത്തെ കാര്യം, യേശുവിനെ അവൾ അറിയേണ്ടത് പോലെ അറിഞ്ഞു. അതാണ് ആ അറിവിൻ്റെ ഒരു തലത്തിലേക്ക് വരാം. എന്താണ് ഈ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത്? അറിവ് പല നിലകളിലുണ്ടല്ലേ. ശരീരത്തിലറിയാം, മനസ്സുകൊണ്ടറിയാം, പല നിലയിലറിയാം. യേശുവിൻ്റെ അമ്മ മറിയുടെ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കും? കണ്ടോ? ശരീരം കൊണ്ടറിയാം, മനസ്സുകൊണ്ടറിയാം. യഹോവ നല്ലവനെന്ന് പറഞ്ഞ് രുചിച്ചറിവീൻ. അപ്പൊ രുചി എവിടെ കൊണ്ട് അറിയുന്നേ? നാവ് കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്നാലും ഈ നാവ് കൊണ്ട് പറയാം, അകത്തൊരു നാവുണ്ട്, അതുകൊണ്ടാണ് ശരിക്കും അറിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയാൻ കുറേ അനുഭവങ്ങൾ വേണം. വേണ്ടേ? നമ്മൾ രക്ഷിക്കപ്പെട്ട അന്നേരം അറിഞ്ഞു യേശുവിനെ, അത് ഒരറിവാണ്. പക്ഷേ 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസമാർഗത്തിലേക്ക് വന്ന ശേഷം ഈ കലപ്പയിൽ നിന്ന് കൈയെടുക്കാൻ 1000 വട്ടം തോന്നിയിട്ടുണ്ടാവും. പക്ഷേ കൈയെടുത്തിട്ടില്ല. പകരം ഒരു കരം മാത്രം എടുത്ത് കൈലേശ കൊണ്ട് കണ്ണുനീർ തുടച്ചിട്ട് മറുകരം കലപ്പയിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും സാധ്യമല്ലെന്ന് പറയാൻ കഴിയുന്ന ആ പച്ചയായ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് പറയുന്ന പേരാണ് മക്കളെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അനുഭവിച്ച ക്ലേശങ്ങൾ ഓർത്താൽ പണ്ടേ പിന്മാറിപ്പോകണമായിരുന്നെങ്കിലും പോകാൻ കഴിയാത്ത വിധം ദൈവത്തെ രുചിച്ചറിഞ്ഞവരാ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതിനകത്ത് 4 രീതിയിലാണ് യേശുവിനെ അറിയുന്നത്. 4 രീതിയിൽ. ഒന്ന്, ആ വേദം നിങ്ങൾ വായിക്കുകയേ വേണ്ട, അതൊക്കെ അടച്ചു വെച്ചോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ തന്നെ താഴോട്ട് നോക്കി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. പണ്ട് കെ അബ്രഹാം പാഷ പറയുമായിരുന്നു, ആരും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കേണ്ട, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പുസ്തകം നിങ്ങൾക്ക് തന്നെ തന്നുവിടുന്നതാണ്. ഇഷ്ടപ്പെട്ടെനിക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാനും പറയുന്നു, നിങ്ങളുടെ പുസ്തകം നിങ്ങൾക്ക് തന്നെ തന്നുവിടുന്നു. അല്ലേ തന്നെ പുസ്തകം ആർക്കാ വേണ്ടിയത്? ആർക്ക് വേണം? മൊബൈലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞു, നിങ്ങൾ നിലമ്പൂർ ചന്തക്കുന്ന് ചെന്നപ്പോഴാണ്, ദൈവമേ വേദപുസ്തകം എടുത്തില്ല, മറന്നുപോയി, ആ കസേരയിലിരിക്കുക. ഓട്ടോറിക്ഷ തിരിച്ചു വിടില്ല. ഓ, അതെങ്ങാനും അവിടെ ഇരിക്കട്ടെ. അതാരും അവനവൻ്റെ പുസ്തകം പോലും വേണ്ട. പിന്നെയാണ് വല്ലവൻ്റെ 1 കിലോ തൂക്കമുണ്ട്, അവിടെ ഇരിക്കട്ടെ, നാളെ വരുമ്പോൾ എടുക്കാമല്ലോ, അത് പിന്നെ സഹിക്കാം, അടുത്ത ആഴ്ച വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു വന്ന വിശ്വാസികൾ പോലും ഉണ്ട്. പിന്നെയാണ് അതേസമയം നിങ്ങൾ ചന്തക്കുന്നിലെത്തിയപ്പോൾ മൊബൈലും മറന്നുപോയി. വണ്ടി വീട്ടിലോട്ട് വിടുവോ ഇങ്ങോട്ട് വിടുവോ? ആ വണ്ടി പറഞ്ഞു വിട്ടിട്ട് ആംബുലൻസും വിളിച്ച് തിരിച്ചു വരും. ആംബുലൻസ് അവിടെ വരുമ്പോൾ തന്നെ ചോദിക്കുക, പാസ്റ്റർ എൻ്റെ മൊബൈൽ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അറ്റാക്ക് ഉണ്ടാവും. ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളല്ലയോ? അത് നിങ്ങളുടെ ബൈബിൾ നിങ്ങൾക്ക് തരും, ഞാൻ കൊണ്ടുപോകത്തില്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കും. നിങ്ങളിപ്പോൾ അത് ഒക്കെ ഗവേഷണം നടത്താൻ പോയാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ തച്ചനിരുന്ന് കണ്ടുപിടിച്ചാ വന്നിരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചുമ്മാ സൗജന്യമായിട്ട് കേട്ടുകൊണ്ട് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒരു പിന്തുണ, ഒരു സ്വത്രമൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചാൽ മതി. പറഞ്ഞില്ലേലും ഞാൻ പ്രസംഗിക്കും. ശ്രദ്ധിച്ചു. 4 അറിവുകൾ, ശമരിയാസിന്റെ 4 അറിവ്. 1,
വെള്ളം ചോദിച്ചപ്പോൾ തന്നെ ഇവള് പറയാ, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയ സ്ത്രീയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് അപ്പൊ ആരാണെന്നറിഞ്ഞു? പറ. യഹൂദനാണെന്നറിഞ്ഞു. നല്ല അറിവാ. 2, യജമാനനെ കോരുവാൻ പാത്രമില്ലല്ലോ, അപ്പൊ ആരാണെന്നറിഞ്ഞു? യജമാനനാണെന്നറിഞ്ഞു. 3, നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ, അപ്പൊ ആരാണെന്നറിഞ്ഞു? വലിയൊരു മഹാനാണെന്നറിഞ്ഞു. 4, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു, അപ്പൊ ആരാണെന്നറിഞ്ഞു? പ്രവാചകൻ. നിങ്ങൾ പ്രതികരിക്കുന്നു, വളരെ സന്തോഷം, അങ്ങനെ പോട്ടെ. 1, എത്ര അറിവ്? 1, ആരാണ് യേശു? യഹൂദൻ. 2, യജമാനൻ. 3, വലിയവൻ. 4, പ്രവാചകൻ. അല്ല, ഈ 4 അറിവ് നാട്ടുകാർക്കുണ്ടല്ലോ. നമ്മുടെ ചുറ്റുപാടും കിടക്കുന്ന ആളുകൾക്ക് ഈ അറിവില്ലയോ? 1ാമത്തെ അറിവ്, അതൊരു ആക്ഷേപമായിട്ട് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. എന്നോടും പണ്ടൊരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ നിന്ന് ഒരു ദൈവത്തെ കിട്ടിയില്ലേ? ഈ എങ്ങാണ്ട് കിടക്കുന്ന പാലസ്തീനിൽ കിടക്കുന്ന ഒരു ഇറക്കുമതി ചെയ്തൊരു സാധനം, വിദേശീയനായൊരു ദൈവമല്ലേ യേശു ക്രിസ്തു? 1ാമത്തെ ആരോപണം. നമ്മളും കേട്ടപ്പോൾ ശരിയാണല്ലോ, നാട്ടിൽ നിന്ന് ഒരത്തെ കിട്ടിയില്ലേ നമുക്ക് ഈ നാട്ടിലും ദൈവമില്ലേ? എങ്ങാണ്ട് ഇറക്കുമതി ചെയ്തൊരു സാധനത്തെ ഇവിടെ ഒന്നും ദൈവമില്ലേ? ദൈവം അത്ര പഞ്ഞമാണോ, ക്ഷാമമാണോ? അപ്പൊ ഞാനതങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു വിഷം തോന്നി, എന്റെ ദൈവം നാട്ടിൽ നിന്ന് ദൈവത്തെ കിട്ടിയില്ലേ? അപ്പൊ അതിന് മറുപടി കണ്ടെത്തി ഒരു ആശ്വാസമായി. ആ മറുപടി ഞാനിങ്ങോട്ട് പറയാം. എന്തുവാ ഈ സ്വദേശി വിദേശി എന്നാണ്? എന്തുവാ സ്വദേശി വിദേശി? അതിനൊക്കെ നിർവചനങ്ങളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ഈടുറ്റത് 2 ബന്ധങ്ങളാണ് മനുഷ്യന്. ഈടുറ്റത്, ദൃഢമായത്. 1, രക്തബന്ധം. രക്തബന്ധം ഈടുറ്റതാണ്, നിയമപരമായി വളരെ സ്ട്രോങ് ആണ്. നമ്മളെ സംബന്ധിച്ച്, പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് രക്തബന്ധമൊക്കെ ഏതാണ്ട് പാതി വഴിയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നിന്റെ കൂട്ടും പാട്ട് ഇവിടെ ഒക്കുകയില്ല, 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം, ആകെപ്പാടെ പ്രശ്നം, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഒരു വീട്ടിൽ ഞാനൊരു മോനേ ഉള്ളൂ. അപ്പോൾ അപ്പം പറഞ്ഞു, നീ പോയില്ലെങ്കിൽ ഞാൻ പോവും. അപ്പോൾ അപ്പൻ പോയാൽ മതിയായിരുന്നു. പക്ഷേ അപ്പൻ പോയാൽ ഈ അപ്പൻ നാട് വിട്ടു പോകുന്നു പൂച്ചയെ പുഴയിലിരുന്ന് 2 ഒരുപോലെ. പുള്ളി പെട്ടെന്ന് അങ്ങ് തിരിച്ചു വരും. 13 പ്രാവശ്യം നാട് വിട്ടു പോയതാ, 13 പ്രാവശ്യം തിരിച്ചു വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പനോട് നിന്നുള്ളൂ, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട് വിട്ടു പോകുന്നതാ. ഏത് 16ാമത്തെ വയസ്സിൽ വീടുമായുള്ള ബന്ധം വിച്ഛേദിച്ചു വന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോവും. 2 സഹോദരിമാരുണ്ട്, അവരുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധങ്ങളോടൊന്നും പറയാനൊക്കെയില്ല. ബന്ധങ്ങൾ വെച്ചാൽ എപ്പോഴാണ് വരുന്നത്, ബന്ധുക്കളൊക്കെ എപ്പോഴാണ് വരുന്നത്? കല്യാണം, വീട് പ്രവേശനം, പിന്നെ എപ്പോഴാ മരണം, അത് നമ്മൾ അറിയത്തോലുമില്ലല്ലോ, വന്നില്ലെന്ന് അറിയത്തില്ലല്ലോ, അപ്പോഴൊക്കെയാണ് വരുന്നേ. അല്ല, ചേച്ചിമാരെ വീട്ടിൽ ചെന്ന് എന്തോ ഒരു വിശേഷം, എന്നെ വിശേഷം, ഈ വർഷം എത്ര കിലോ കുരുമുളകുണ്ട്, ഏലക്കായുണ്ട്, എല്ലാം കൃത്യമായിട്ട് ചോദിക്കും. എൻ്റെ രാവിലെ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് തരും, അതിന് വേണ്ടിയാ. ഇതൊക്കെ ചോദിച്ചു, അവിടെ കിടന്നു, വേറെ വിഷയമൊന്നും പറയാനില്ലെന്നേ. പക്ഷെ ദൈവദാസന്മാരുടെ വീട്ടിൽ ചെന്ന് കിടന്നാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ, വൈപ്പിനിൽ നേരം വെളുത്ത 5 മണിയായപ്പോൾ അച്ഛൻ പറയാ, പാസേ എന്നാൽ പാസ് ഒന്നും മയങ്കം, ഞാൻ നടന്നിട്ട് വരാം. 5 മണിയിൽ വർത്താനം പറഞ്ഞിരുന്നു. ഏത് ബന്ധമാണ് നമുക്ക് വല്ലതും അറിയാമല്ലോ അല്ലേ? ഒന്നുകൂടെ പറയാം, രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അവിടെ നിൽക്കട്ടെ, രക്ഷിക്കപ്പെട്ടാലും രക്തബന്ധം ഈടുറ്റതാണ്, സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ചോദ്യം, നിങ്ങൾക്ക് യേശുവുമായി അല്ല, നമുക്ക് യേശുവുമായിട്ട് എന്താ ബന്ധം? ഉത്തരം, ഞാൻ വന്ന കാറല്ല യേശു എനിക്ക് തന്നത്, അതിനൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ താമസിക്കുന്ന വീടും യേശു വെറുതെ തന്നൊന്നുമല്ല, അതൊന്നുമല്ല ഞങ്ങൾക്ക് തന്നത്. ഈ നാടും നഗരവും കേൾക്കാൻ വേണ്ടി 1,00,000 വാട്സിന്റെ സൗണ്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് യേശു തന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ എത്ര തറവാട്ട് കുടുംബത്തിൽ ജനിച്ചാലും എന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തോടെ രക്തം യേശുവിന്റെയാണെന്ന് ഞാൻ പറയുമ്പോൾ അന്തസ് തോന്നുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ചേർത്തടിച്ച് നിലനിൽക്കാരുടെ പറയണം, യേശു ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ പാപത്തെ പോക്കാൻ അവന്റെ നിർമ്മലമായ രക്തമാണ് എന്ന് പറയാൻ കഴിയണം ദൈവമക്കൾക്ക്. നാളെ
യഥാർത്ഥ ബന്ധം സ്നേഹബന്ധമാണ്. സ്നേഹബന്ധം എന്ന് പറയുമ്പം ഞങ്ങൾ കല്യാണത്തിനൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു പദമുണ്ട്. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? രണ്ട് നിർവചനങ്ങൾ പറയാം. ഒന്ന്, പ്രതിഫലം പ്രതീക്ഷിക്കാത്ത പ്രവൃത്തിയാണ് സ്നേഹം, അത് വിട്ടു. രണ്ട്, ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ആ ആളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഏതറ്റം വരെ താഴാൻ കാണിക്കുന്ന ത്യാഗമനോഭാവത്തിന്റെ പേരാണ് സ്നേഹം. ഇതിവിടുത്തെ ഫിലോസഫിയന്മാരെ കണ്ടുപിടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നരകത്തിന്റെ വാതിൽ ചുംബിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ, അല്ല ഭാവിയായ മനുഷ്യവർഗത്തെ, ഒറ്റ തള്ളിന് അവിടെ ചെന്ന് വീഴേണ്ടവരെ പിടിച്ചെടുത്ത് താനിരിക്കുന്ന ഇടത്ത് ഇരുത്തേണ്ടതിന് ഈ ഭൂമിയോളം താണുവന്ന ഞങ്ങളുടെ യേശുവിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ ലോകത്തിൽ വേറെ സ്നേഹമില്ലെന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവരും കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു സ്നേഹത്തിന്റെ പര്യായമാണ്. ഈ രണ്ട് ബന്ധം നോക്കിയാൽ യേശു ഞങ്ങൾക്കാരല്ല. ആരല്ല? വിദേശിയല്ല. യേശു ഞങ്ങൾക്കാരാണ്? സ്വന്തക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിനെ കണ്ടാൽ ഈ ശമരിയ സ്ത്രീ എങ്ങനെ പെട്ടെന്ന് യേശുവിനെ യഹൂദൻ എഴുതി വെച്ചിട്ടുണ്ടോ? നെറ്റിട്ട് യഹൂദൻ എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നാമത് യേശുവിനെ കിടന്ന് അറിയാൻ പറ്റത്തില്ല, നാട്ടുകാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ ഒരാൾക്ക് കൈക്കൂലി കൊടുത്ത് യേശു ആരാണെന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? കാണിച്ചു. എല്ലാം ഒരുപോലെ ഇരിക്കുന്നേ. ഇവള് കണ്ടപ്പോഴേ ഒരുപോലെയുള്ളത് പോട്ടെ, കറക്റ്റ് കുലവും ഗോത്രവും പറയുക. നീയൊരു എന്നോ കണ്ടുപിടുത്തമോ? ചോദ്യം, ദൈവ പൈതലിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? ചോദ്യമാണ് കേട്ടോ. ഒരു ദൈവ പൈതലിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ ഉത്തരം പലതാ. ഞങ്ങൾ പാസ്റ്റർമാരെ കണ്ടാൽ എങ്ങനെ അറിയാം? ഇതാണ്ട് കറുത്ത പാൻറ്റും മൊത്തം വെള്ളയാ, ഇച്ചിരി പൂക്കളുള്ളത് മാത്യു പാസ്റ്റർക്ക് മാത്രമേ ഉള്ളൂ, ഹാഫ് കൈ എനിക്കും. ഞങ്ങളുടെ ഒരു എംബ്ലം. എൻ്റെ പൊന്നു, പണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് ഞാൻ ബസ് കയറുമ്പം ഒരു കറുത്ത പാൻറ്റും വെള്ള ഷർട്ട് ഇട്ട ഒരാൾ കയറി. ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. പുള്ളി പറയാ സ്വസ്ത്രമെന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി തെറ്റിപ്പോയല്ലോ അത്. എൻ്റെ പുള്ളി ചുമ്മാ ചിരിക്കുക. എന്ന് പറയാ പാസ്റ്ററാണല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളോ? ഞാൻ പാസ്റ്ററല്ല. ലക്ഷണം കണ്ടിട്ട് അതേ ഏജൻ്റാ. കോട്ടയത്ത് LIC ഏജന്റുമാരുടെ സമ്മേളനത്തിന് പോവുക. ഞാൻ പറഞ്ഞു പാൻറ് ഷർട്ട് ഇട്ട് ഫുൾ കൈയൊക്കെ ഇട്ട്. അതെ പാസ്റ്ററെ, പണ്ടൊരു കല്യാണത്തിന് പോയപ്പം ഭയങ്കര തിരക്ക്, എനിക്കാണെങ്കിൽ പോവുകയും ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു പാസ്റ്റർമാർക്ക് പ്രത്യേക സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയില്ലെന്ന്, ഞാൻ പാസ്റ്ററല്ല. പക്ഷേ 2 ആൾ വന്നിച്ച് എന്നോട് പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് കൈ തന്നു. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ തിരിച്ച് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ ഇരുത്തി. ശാപ്പാട്. പുള്ളി പറയുക, ശാപ്പാടിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കഴിച്ചുകൊണ്ടിരുന്നപ്പം പിറകിന്ന് പോക്കറ്റിലോട്ടൊരു കവർ വന്ന് വീണു. നോക്കിയപ്പോൾ ഒരു 500 രൂപ. പുള്ളി പിന്നീട് ചെയ്ത് എന്നാന്ന് കേൾക്കടോ, ഞാൻ ഈ പെന്തിക്കോസുകാരുടെ കല്യാണത്തിനല്ലേ ഇപ്പം കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടുകൊണ്ടാ പോകുന്നത്. ഞാൻ വണ്ടടിച്ചിരുന്നു. ഞാൻ പറഞ്ഞു പാസ്റ്റർ അല്ലാതിരിക്കെ പാസ്റ്ററിൻ്റെ ആനുകൂല്യം പറ്റുന്ന താങ്കൾ ഒരു പാസ്റ്ററായി തീരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അധ്യായം അവസാനിപ്പിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യത്തില്ല പാസ്റ്റർ, ഇന്ന് അങ്ങനെ എനിക്ക് അത്യാവശ്യമുള്ള ചെയ്ത് അങ്ങ് അത്രയേ ഉള്ളൂ. സ്വസ്ത്രം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പാസ്റ്റർ അല്ലെന്ന്. അപ്പം നമ്മളെങ്ങനെ തിരിച്ചറിയാം? ഈ പറഞ്ഞ വേഷവിധാനം. ചിലർ ആഭരണം ധരിച്ചിട്ടില്ല, ചിലർക്ക് ധരിക്കണമെന്നുണ്ട്. എന്നാൾ ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു പ്രൈസ് ലോർഡ്. ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞു ഇത് ഒത്തിരി പേര് കഴിഞ്ഞ ആഴ്ചയിൽ. ഞാൻ പറഞ്ഞു എവിടെ? നാട്ടിൽ ഇന്ന സ്ഥലത്ത്. ഞാൻ പറഞ്ഞു പാസ്റ്റർക്ക് ഓർമ്മയുണ്ടാകാൻ വഴിയില്ല. ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു?
ഞാൻ അന്നേരം ആഭരണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴോ? ഇപ്പം ഇല്ല. ഒരാഴ്ചക്കകം അതെ. നാട്ടിൽ പിന്നെ ചെന്ന് കഴിയുമ്പം നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്തോ ചെയ്യും? ഇടും. ഇവിടെ വരുമ്പോൾ എന്തോ ചെയ്യും? ഊരും. അതുകൊണ്ട് ആ പാസക്ക് എന്നെ മനസ്സിലാകാതെ ഞാൻ ശരിയായിരിക്കും. എന്നോട് ചോദിക്കുക, ഒരു പരിഹാരം പറ, ഇതിന് എന്തോ ചെയ്യണമെന്ന്. എന്നോട് അവരിടാതെ എന്നോട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു കാതയിലിട. അപ്പൊ ഒന്നിലിടും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നിൽക്കാം, ഇവിടെ വരുമ്പോ ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഒരു പരിഹാരമാവുമല്ലോ. ഞാൻ പറയും എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പൊ നമ്മുടെ ധാരണ കിടക്കുന്നു, വെള്ള വസ്ത്രം ധരിക്കുക, കറുത്ത ബൈബിൾ ഇങ്ങനെ കയ്യിൽ വെക്കുക, കാണുമ്പോൾ വളരെ ഇതൊക്കെയാണ് ദൈവമക്കളും തെളിവ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പച്ചയായ ഒരു ഭാഷയിൽ ഞാൻ അങ്ങോട്ട് പറയാം, ഒരാളുടെ അകത്ത് ദൈവമുണ്ടോ എന്നറിയാൻ പുറമേയുള്ള ഈ ഒരു കാര്യവും വേണ്ട. സൂക്ഷിച്ചു നോക്കിക്കേ, അവന്റെ മുഖം കണ്ടാലറിയാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാന പ്രഭു അകത്തുണ്ടെങ്കിൽ, കിടക്കുന്ന വീട് കുടിലാണെങ്കിലും കട്ടിൽ പോലുമില്ലെങ്കിലും കയറ്റുമായാണെങ്കിലും കട്ടൻ കപ്പ തിന്നുന്നവനാണേലും കട്ടൻ മുളക് അരച്ചു കൂട്ടുന്നവനാണേലും അകത്ത് തമ്പുരാനുള്ളവനാണെങ്കിൽ അവന്റെ മുഖം കണ്ടാൽ അറിയാമെന്ന് ഞാൻ പറയുമ്പോൾ, ഈ മുഖത്തിന്റെ പ്രസാദം തന്ന ദൈവത്തിന് ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയുമെന്ന്? ഈ ദൈവം തമ്പുരാൻ അകത്ത് വസിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിയുമ്പം 5 മിനിറ്റ് സംസാരിച്ചാൽ മതിയെന്നേ ഒരു തണുപ്പ് കിട്ടും. നമ്മുടെ ആദിക്കും വ്യാധിക്കും ഒരാശ്വാസം ഉണ്ടാകും. നിങ്ങൾക്കറിയാമോ, പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ വേണ്ടേ തീരെ വണ്ണം കുറഞ്ഞ ഉപദേശിമാരാ ഞാൻ കേട്ടിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ കുടുംബത്തിൽ ദുർഭൂതങ്ങൾ കുടിയിരിക്കുന്ന ആവാസ കേന്ദ്രങ്ങൾ, നൃത്തം ചവിട്ടുന്ന ഭൂതാത്മാക്കളുടെ കുടുംബങ്ങളിൽ ഉപദേശിമാര് വന്ന വീടിന്റെ നടക്കല്ലിൽ ചവിട്ടുമ്പോൾ അടുക്കളയിൽ കഞ്ഞിക്കലം മറിഞ്ഞു പോയിട്ടുണ്ട്. വന്നു കയറുന്ന ഉപദേശിമാരെ വണ്ണവും പൊക്കവും സൗന്ദര്യവും അല്ലെന്ന് അവന്റെ അകത്ത് കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവകൃപയുമാണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കാം. നീ ദൈവമില്ലാത്തവനാണെങ്കിൽ ലാക്ടോ കലാമിനും ബോൾസും കുട്ടിക്കൂറയും ഇപ്പോഴത്തെ ഇന്ദിലേഖ ഗോൾഡും 1/2 ഇഞ്ച് കനത്തിൽ പൊത്തിപ്പിടിപ്പിച്ച്, മറ്റൊരാളുടെ വാക്കായി പറയുന്നത്, പൊത്തിപ്പിടിപ്പിച്ച് പൊട്ടിയിട്ടടിച്ച് 50 രൂപയുടെ മുല്ലപ്പൂവിന്റെ അത്തറ മുതൽ 10,000 രൂപയുടെ ഊതും അത്തറുമൊക്കെ വാരി തേച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് 2 ചുണ്ടുകൾ തമ്മിൽ വേർപെടുത്തുവാൻ കഴിയാത്ത വിധം ഒട്ടിച്ചേർന്നിരിക്കുകയാണെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നീ അടിച്ചിട്ടുള്ളത് പറഞ്ഞാലും, ദൈവമില്ലാത്ത ഒരാളാണ് നീയെങ്കിൽ അടുത്തു വന്ന് സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു നരകത്തിന്റെ ഉളുമ്പ് വാട കിട്ടും. അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങിപ്പോകുമ്പോൾ അകത്ത് ദൈവമുള്ളവരായി മടങ്ങാൻ, നിന്നെ കണ്ടാൽ ഒരു ദൈവിക തേജസ്സുള്ള ആളായിട്ട് മടങ്ങാൻ, നേരത്തെ പറഞ്ഞ സംവിധാനമൊന്നുമില്ലെങ്കിലും മുഖം പ്രസന്നത കൊണ്ട് നിറയുന്നൊരു വ്യക്തിയായിട്ട് മാറാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമുള്ളവനെ കണ്ടാൽ അറിയാം. നീ ഒരു യഹൂദനായിരിക്കെ. 2ാമത്തെ ഭാഗം, യജമാനനെ. അതെന്താ പെട്ടെന്ന് മാറ്റിക്കളഞ്ഞ്? ആദ്യം പറഞ്ഞത് ഒരു ബന്ധമില്ലാത്ത പദമാ. നീ ഒരു തൊട്ടടുത്ത വാക്യത്തിൽ യജമാനനെ എന്ന് പറഞ്ഞ എന്താ? റബ്ബി, ഗുരു. യഹൂദന്മാരെങ്ങനെ നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ ആവശ്യം ചുമ്മാ വിളിക്കും. അച്ഛാ വിളിക്കത്തില്ലയോ? വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛാ അപ്പച്ചാന്നൊക്കെ വിളിക്കും. ചിലപ്പോൾ പറയും, അയ്യോ ഈ പാസ് എൻ്റെ മോനെ പോലെയാന്നൊക്കെ പറയും. 5 സെൻറ്റ് പോലും കൊടുക്കുകയില്ല. 5 ഏക്കറുണ്ട്. എന്നാലും ഈ പാസ്സാരെ പോലെ എൻ്റെ സ്വന്തം മോനാ. എന്നാലും 5 ഏക്കറിൽ 5 സെൻറ്റ് പാസ് കൊടുക്കുകയില്ല. അതൊക്കെ വിളിയൊക്കെ അങ്ങനെ കിടക്കട്ടെ, അതങ്ങനെ ചുമ്മാ കിടന്നോട്ടെ. അപ്പോൾ ഇവിടത്തെ കാര്യത്തിലേക്ക് വരാം. യജമാനനെ, ഗമാലിയേലിന്റെ കാൽ കീഴിലിരുന്ന് വചനം പഠിച്ച ശൗലിനെ പരിചയപ്പെടുത്തുന്ന കാലമാണിത്.
ഈ ശമരിയ സ്ത്രീ എപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ പാത പിടുന്ന വചനം പഠിച്ചത്? പഠിച്ചിട്ടേ ഇല്ല, കണ്ടുപിട്ടിട്ടേ ഉള്ളൂ. പിന്നെ എന്നതായി യജമാനനെ എന്ന് വിളിക്കാൻ കാര്യം? യേശുക്രിസ്തു ഒന്നാമത് പള്ളിക്കൂടത്തിലെ പോയിട്ട് പോലും ഇല്ലല്ലോ. യേശുക്രിസ്തു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലോ. അതിനൊക്കെ കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല, പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ടാകും. ഞാനിവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രശസ്ത കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പദപ്രയോഗം മലയാള മനോരമ ഇന്നത്തെ വാചകത്തെ കടമെടുക്കുന്നു. അതെങ്ങനെയാണ്? ലോകത്തിൽ ഏറ്റവും നല്ല മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് കൊടുക്കണമെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കണം. ഞാൻ വിചാരിച്ചു നിങ്ങൾ സ്വത്രം പറയുമായിരിക്കുന്നു. അത് പുള്ളി പെന്തിക്കോസൻ അല്ലാത്തതുകൊണ്ടായിരിക്കും. ആര് പറഞ്ഞാലും നല്ലതല്ലയോ പറയുന്നത്. എൻ്റെ വ്യാഖ്യാനം കേട്ടോ. ഇനി നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ് മികച്ച അധ്യാപകൻ ആർക്ക് കൊടുക്കണം? കാരണം പറയാൻ പോവാ. അദ്ദേഹം പറഞ്ഞത് ഇവിടെ കൊടുക്കുന്നല്ലേ ഇംഗ്ലീഷ് മീഡിയത്തിലെ അധ്യാപകർക്കല്ലേ. അതിനെന്താ ഇത്ര അത്ഭുതം? ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇതിനൊക്കെ താമസമുണ്ടെന്ന് വിചാരിക്കുന്ന ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അവരെ പഠിപ്പിച്ച് 100% വിജയം നേടിയെന്നവർ ഇത്ര അത്ഭുതം എന്താ? പിള്ളേർക്കുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ. പൈസയില്ലാത്ത, ഇത്രയും കപ്പാസിറ്റി ഇല്ലെന്ന് നിങ്ങൾ വിധിയെഴുതുന്ന സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരില്ലയോ? ആ സ്കൂൾ, സർക്കാർ സ്കൂൾ 100% വിജയം നേടിയാൽ ആ അധ്യാപകർക്കാണ് ദേശീയ അവാർഡ് കൊടുക്കേണ്ടത്, മികച്ച അധ്യാപകർക്കുള്ളത്. ഈ സംഭവത്തെ ഇദ്ദേഹം ക്രിസ്തുവിനോട് കണക്ട് ചെയ്യുന്ന രംഗം കണ്ടോളൂ നിങ്ങൾ. പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത യേശുക്രിസ്തു, പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത മത്സ്യബന്ധമുള്ള ഗന്ധമുള്ള 10-12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് 10 വർഷം പഠിപ്പിക്കാതെ 3.5 കൊല്ലം കൊണ്ടൊരു ജീവിതമെന്ന സിലബസ് പകലും രാത്രിയിലും പഠിപ്പിച്ചെടുത്ത് താൻ മരിക്കുമ്പോഴേക്കും പാലസ്തീന്റെ പച്ചമണ്ണ് മുഴുവനും ഉഴുതു മറിക്കത്തക്ക നിലവാരത്തിൽ അവരെ ആത്മീക പ്രചോദനമുള്ളവരാക്കി, ഉണർവുള്ളവരാക്കി, തീർച്ചയായും മാറ്റുവാൻ യേശുവിന് കഴിയുമെങ്കിൽ ആ പ്രസ്ഥാനത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് സാധിച്ചെങ്കിൽ ലോകം കണ്ട മികച്ച ഗുരു 2 കരവും ചേർത്തടിച്ച് അംഗീകരിച്ചുകൊണ്ട് പറയാം യേശുക്രിസ്തുവാണെന്ന്. ഈ കയ്യടിയൊന്നും പോരാ പ്രിയപ്പെട്ടവരെ. ആരും പറയട്ടെ, യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കയ്യടിയാണ് നമുക്ക് വേണ്ടിയത്. മൂന്നാമത്തെ ഭാഷയിലേക്ക് വരാം. നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ? ഓ, അതല്പം ചിന്തിക്കണം. ഈ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും എൻ്റെ അറിവിൽ ശമരിയക്കാർക്കും പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ. പക്ഷേ ശമരിയ സ്ത്രീ പറയുമ്പം ഒരാളുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അതാരുടെ പേരാ? യാക്കോബ്. അബ്രഹാമിൻ്റെ പേരും വിട്ടു, ഇസഹാക്കിൻ്റെ പേരും വിട്ടു. എന്താണാവോ കാര്യം? അവിടെ ഉണ്ട്. അവനാകുന്നു ഞങ്ങൾക്ക് ഈ കിണർ തന്നത്. അത് കുഴപ്പമില്ല. ഒരു കിണറൊന്നും പറഞ്ഞ് അപ്പനെ മാറ്റി പറയാൻ പാടുണ്ടോ? ഇപ്പോഴത്തെ ഒക്കെ രീതി എങ്ങനെയാ? വല്ലതൊക്കെ തന്നാൽ സുവിശേഷം വരെ മറിച്ച് കളഞ്ഞ് പ്രസംഗിച്ച് കളയും. പിന്നെ എന്നാലും യാക്കോബ് കിണർ വന്ന് അംഗീകരിച്ചു. എന്നാലും അബ്രഹാം ഇസ്ഹാക്കിനെയും വിട്ടേച്ചും യാക്കോബിനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം പറയാം. ഈ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ഓരോരുത്തര് ലീഡർമാരെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ശമരിയ സ്ത്രീയുടെ സ്വഭാവത്തിന് അബ്രഹാം പറ്റൂ? പറ്റില്ല. ഇസഹാക്ക് പറ്റൂ? 24 ക്യാരറ്റാ, പറ്റില്ല. ആര് പറ്റും? യാക്കോബ് പറ്റും. എന്താ കാര്യം? ഉഡായിപ്പിന് PhD ആണ്. ആർക്ക്? യാക്കോബിന്. ഈ പുള്ളിക്കാരത്തിക്കും നമ്മൾ പറയത്തില്ലയോ, അതേ ഒരച്ചില വാർത്തെടുത്തിരിക്കുന്നത്. തെളിവ്, ഒരു തെളിവ് മാത്രം തരാം, ഒരു തെളിവ് മാത്രം. യാക്കോബ് ഏശാവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. വേട്ടയിറച്ച് കയ്യിലുണ്ട്, ഒരു കുപ്പായം ഇട്ടിട്ടുണ്ട്. കുപ്പായ രോമമുള്ള കുപ്പായം അറിയാമല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ ചോദിച്ചു, നീ ആരാകുന്നു മകനെ? 4 വാക്കുകൾ യാക്കോബിന്റെ വക.
4 വാക്കുകൾ ഇതാണ്: ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. ഇനി സദസ്യരോടാണ് ഉത്തരം ശരിയോ തെറ്റോ. നമ്മൾ തെറ്റാണെന്നാ പറയുന്നത്. തെറ്റാ, പക്ഷേ ഈ മാഷൊക്കെ പഠിപ്പിക്കുമ്പം ശരിയാക്കാം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ലേ? ശരിയാക്കാം, ഇതിനെ ശരിയാക്കാം, അത് ഞാൻ ശരിയാക്കി തരാം. ശരിയാക്കി പഠിക്കണം. 2 വാക്യം തിരിക്കണം, അപ്പം ശരിയാവും. തിരിച്ചു പഠിച്ചോ, ഞാൻ പെട്ടെന്ന് തിരിച്ചു തരാം. 4 വാക്കുകൾ: നീ ആരാകുന്നു മകനെ? ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. വാക്യം 2 തിരിച്ചു. 1-ാമത്തെ ഭാഗം ഞാൻ നിന്റെ. ശരിയോ തെറ്റോ? ഉറക്കപ്പറ. ഞാൻ നിന്റെയാണെന്ന് 2-ാമത്തെ അല്ലേ ഉള്ളൂ. ഞാൻ നിന്റെ. ശരിയോ തെറ്റോ? ശരി. ആദ്യജാതൻ ഏശാവ്. ശരിയോ തെറ്റോ? അപ്പൊ ഈ പുള്ളി പറഞ്ഞു ശരിയോ തെറ്റോ? തെറ്റാ, പക്ഷെ ശരിയാക്കി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതിന് പറയുന്ന പേരാ ചതി, ഉപായം. ഉണ്ടോ? ഇത് തിന്നാൽ നീ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. ശരിയോ തെറ്റോ? അത് തെറ്റാ, പക്ഷെ ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? എത്ര ദൈവമുണ്ട്? 2. ഒന്ന് സത്യദൈവം, മറ്റൊന്ന് ഈ പറയുന്ന പുള്ളി ഒരു ദൈവമാ, ഈ ലോകത്തിന്റെ ദൈവം. ഇത് തിന്നാൽ നിങ്ങൾ യഹോവയായ ദൈവത്തെ പോലെയാകും എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തിന്നാൽ ആരെ പോലെയാകും? എന്നെ പോലെയാകൂന്നാണ് ഞാൻ പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. ആ ചതിയിൽ ആര് പെട്ടു? അമ്മച്ചി പെട്ടു. അതാണ് പൗലോസ് സർപ്പം ഉപായപ്പാൽ ചതിച്ചു കളഞ്ഞു. കേട്ടാൽ ആത്മീകമാണെന്ന് തോന്നിപ്പോകും. ഇവിടെ അതേ സംഭവമായി യാക്കോബിൽ, അതേ സംഭവമാണ് ശമരിയ സ്ത്രീയിൽ. കണ്ടോ? യാക്കോബ് അപ്പനെ പറ്റിച്ചപ്പോ നമ്മൾ പറയും ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പം കാണുകയല്ലേ പാസേ? കാണത്തില്ല. കാരണം വാർദ്ധക്യമായപ്പോ അപ്പന്റെ കണ്ണ് മങ്ങിപ്പോയിരുന്നു. കൊണ്ട് പുള്ളി കാണാനൊക്കത്തില്ല. ഇതേ സംഭവമാണ് ശമരിയ സ്ത്രീ. ശമരിയ സ്ത്രീ പറഞ്ഞു, യേശു പറഞ്ഞു, നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. അവള് പറയാ, അങ്ങനത്തെ ഒരു സാധനത്തെ ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഇത് വാർദ്ധക്യത്തിൽ കണ്ണുമങ്ങുന്ന അപ്പനല്ല മോളെ, ഇത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ ദൈവപുത്രനാ. കർത്താവ് പ്രതികരിച്ച കണ്ടോ? നീ പറഞ്ഞത് ശരി എന്നാ പറഞ്ഞത്. എന്താ 17-18 വാക്യം? നീ പറഞ്ഞത് ശരി. എന്നാ അതിനകത്ത് എന്താ ശരി? അതും ശരിയാക്കാം. എനിക്ക് 5 ഭർത്താക്ക 5 1 6 ഉണ്ട്. പിന്നെ എങ്ങനെയാ യേശുവർ ശരിയാക്കുന്നത്? ഒരേ നാണയത്തിലാ തിരിച്ചടിക്കുന്നത്. എടി കൊച്ചെ, നീ പറഞ്ഞതാ ശരി. കാരണം നിനക്ക് ഭർത്താവ് ഉണ്ടാകണമെങ്കിൽ വിവാഹക്കുറി മാറണ്ടേ, പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണ്ടേ, അച്ഛനോ പാസ്റ്ററോ കൈതകൾ കൂട്ടിപ്പിടിപ്പിക്കണ്ടേ, ഉഭയസമ്മത്തിന്റെ ഉടമ്പടി വാചകം പറഞ്ഞു തരണ്ടേ, രജിസ്റ്ററിൽ ഒപ്പ് വെക്കണ്ടേ, അതൊക്കെ ചാപ്പാട് കൊടുക്കണ്ടേ? ഇതൊന്നും ഇവള് ചെയ്തിട്ടില്ല. നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പള്ളി കയറ്റി കെട്ടിയതല്ല, എല്ലാം പള്ളിപ്പെരുന്നാളിന് കുപ്പിയും വളയും മേടിച്ചപ്പം ഒപ്പിച്ചെടുത്ത കേസ് കിട്ടാണ് ഈ 6. അതായി പറഞ്ഞർത്ഥം. നീ പറഞ്ഞതാ ശരി, ലീഗലി ഒന്നും ഭർത്താവല്ലെന്ന്. അർത്ഥം വല്ലതും മനസ്സിലായോ? ഇന്ന് രാത്രിയിൽ യേശുവിനെ പറ്റിക്കാനൊക്കില്ല. സ്വത്രം അടച്ചു കെട്ടി ഇന്ന് രാത്രി യേശു ഇടപെടുകയാണ്. ഒരു പഴുതും യേശു തരുന്നില്ല. പാപികളെ സ്നേഹിക്കുന്നെങ്കിലും പാപത്തെ വെറുക്കുന്ന യേശു പറയുകയാണ്, ഇന്ന് രാത്രിയിൽ നിനക്ക് വീഴേണ്ടവൻ മുൻപിലുണ്ട്, പറയേണ്ടവൻ മുൻപിലുണ്ട്, കരയേണ്ടവൻ മുൻപിലുണ്ട്. അവന്റെ മുൻപാകെ രക്ഷപ്പെടാൻ പഴുതുകൾ അന്വേഷിക്കരുത്. ഏറ്റു പറയാമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ച് തരാൻ യേശുവിന് കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വലിയവനോ, 4-ാമത്തെ പദപ്രയോഗം ഏറ്റവും മനോഹരമാണ്. എന്താണ്? നീ ഒരു പ്രവാചകൻ ഞാൻ കാണുന്നു. അതൊക്കെ ആഴത്ത് ചിന്തിക്കേണ്ടതാ. കാരണം ഈ പ്രവചനം പറഞ്ഞാൽ ആർക്കാ മനസ്സിലാക്കാൻ പറ്റും? ഈ സ്ത്രീക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചിലര് ഇതെല്ലാം ആണെങ്കിലും ആത്മീയവും അറിയാം. അതാ കേട്ടോ, കള്ളു കുടിച്ച് വീടിയും വലിച്ച് തലയും കുത്തി പള്ളിയും പോകത്തില്ല, ഒന്നുമില്ലെങ്കിലും
അത്യാവശ്യം ഞങ്ങളെ മുട്ടുകുത്തിക്കാനുള്ള വചനമൊക്കെ അറിയാം. ലോകത്തിലുള്ള സകല കള്ളുകുടിയന്മാർക്കും ഒരു വേദഭാഗം അറിയാം. കാനാവിലെ കല്യാണത്തിൽ കർത്താവ് പച്ചവെള്ളം അവരുടെ വെള്ളമാക്കി മാറ്റി. ആരുടെ വെള്ളം? അവരുടെ വാറ്റുചാരായമാക്കി മാറ്റിയെന്നാണ് അവര്. പണ്ട് ഇതുപോലെ ഒരു പ്രസംഗനോട് ചോദിച്ചതാ, നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട, എന്താ കാര്യം? ഞങ്ങളിങ്ങനെ കള്ളുകുടിയന്മാരെ നമ്മുടെ യേശുക്രിസ്തു അല്ലേ ഈ വെള്ളം ഉണ്ടാക്കിയത്? ഞാൻ ചോദിച്ചു, ഏത് വെള്ളം ഉണ്ടാക്കിയത്? ഈ കനാവിലെ കല്യാണത്തിൽ ഞങ്ങൾ കുടിക്കുന്ന വാറ്റുചാരായമാക്കിയത്. അപ്പൊ ആ പാസ്റ്റർ ഒരു മിടുക്കനായ പാസ്റ്റർ, പേരെങ്ങനെ എപ്പോഴും പറഞ്ഞത് ശരിയല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, നേരാന്നോ ചേട്ടാ ഈ പറയുന്നേ? ആ നേരാ. കാനാവിലെ കല്യാണത്തിന് കർത്താവ് പച്ചവെള്ളം വീഞ്ഞാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഏത് പുസ്തകത്തിലാ? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏത് അധ്യായത്തിലാ? അതും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഞാൻ കുറേ വേദോസം വായിച്ചു, എന്നിട്ട് കാനാവിലെ കല്യാണത്തിന്റെ കർത്താവ് പച്ചവെള്ളം നിങ്ങളുടെ വാറ്റുചാരായി ഞാൻ കണ്ടിട്ടില്ല. ഏത് പുസ്തകത്തിലാന്നാ ചോദിച്ചേ? തമിഴ് അറിയാം. അങ്ങനെ ഇല്ലേ? പുള്ളിക്കും സംശയം, അങ്ങനെ ഇല്ലേ? അപ്പൊ വാസം അങ്ങോട്ട് ഒന്നുകൂടി ഫോമായി ഇവിടെ പറഞ്ഞു, അങ്ങനെ ഉണ്ടോന്നാ ചോദിച്ചത്. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങ് ചൂടായി വാസ്. കർത്താവ് കാനാവിലെ കല്യാണം പച്ചവെള്ളം വീഞ്ഞാക്കിയോടോ? ഇയാള് പറയും, ഇയാളെന്തിനെ കീറി പൊളിക്കിടുന്നില്ല. ആക്കിയെങ്കിൽ ആക്കി, ഇല്ലെങ്കിൽ ഇല്ല. കേസ് വിട്ടേക്കാൻ പുള്ളിക്ക് പോലും അറിയത്തില്ല. എൻ്റെ അപ്പൻ എത്ര നാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇടാ ബീഡി വലിക്കാൻ വചനമുണ്ട്. ഞാൻ പറഞ്ഞു, എവിടെ? അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങിയെന്നൊരു വേറെ ഒരു വാക്യവും പുള്ളിക്ക് അറിയാമേല. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. അന്നേരം ഞാൻ എവിടെ? പുള്ളി പറഞ്ഞു തന്നു. അന്നേരം ഞാൻ ആ വാക്യം കാണുന്നേ, പാസ്സായി ഞാൻ അന്നേരം കാണുന്നേ. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ചിലർക്ക് ഇതും അറിയാമെന്നേ. നമ്മളോട് 4 ചോദ്യം ചോദിക്കാനൊക്കെ ഉള്ള വാക്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നേ. ഇവക്ക് അതും അറിയാമെന്നേ. ആത്മീകത്തിന്റെ കാര്യം ഇവളെങ്ങനെ മനസ്സിലാക്കിയതെന്നും കൂടെ പറയാൻ കേട്ടോ. ഈ യേശു പ്രവാചകനാണെന്ന് കണ്ടുപിടിക്കാൻ കാരണം പറയാൻ കേട്ടോ. ഒന്ന്, നീ പറഞ്ഞത് ശരിയാണ് കൊച്ചേ, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. അതേത് കാലമാ? ഭൂതകാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അവള് നോക്കി, എൻ്റെ ദൈവം ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ, കൃത്യം 5. നിങ്ങൾക്ക് അതിനൊന്നുമല്ലോ മനസ്സിലായോ? നമ്മൾ ചെയ്ത പാപങ്ങൾ എത്രയാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. പക്ഷേ ചെയ്തത് ദൈവത്തോടായതുകൊണ്ട് അതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. കേട്ടോ, നമുക്ക് ആളുകൾ ചെയ്ത നന്മകളൊന്നും ഓർക്കത്തില്ല, ഉപദ്രവം മറക്കൂ. ആ ഉപദ്രവത്തിൻ്റെ പേരിലല്ലേ അവരോട് മിണ്ടാത്തത്. എന്തോരം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ദൈവം പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ വജ്രത്തിൻ്റെ മുന കൊണ്ടും ഇരുമ്പെഴുത്താണി കൊണ്ടും എഴുതി മുദ്രയിട്ട് അകൃത്യങ്ങൾ സഞ്ചിയിലാക്കി വച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ എണ്ണം നമുക്കറിയില്ലെങ്കിലും ചെയ്തു പോയത് ദൈവത്തോടായതുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നവൻ കുറിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഏറ്റുപറയാൻ ഉപേക്ഷിക്കാനും മനസ്സുണ്ടെങ്കിൽ ഒറ്റ വാചകം മതി ഇന്ന് രാത്രിയിൽ വിടുവിക്കപ്പെടാൻ. സ്തോത്രം. 5 ഉണ്ടായിരുന്നു ഭൂതകാലം. കറക്റ്റ്. അപ്പോൾ മനസ്സുകൊണ്ട് ആശ്വസിച്ചു. ഭൂതകാലമേ പറഞ്ഞുള്ളൂ. ശാസിച്ചിട്ടും പോകാത്തൊരു ഏടാകുടം വീട്ടിലുണ്ട്. അത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. പുറകെ യേശുവിൻ്റെ അടുത്ത വാക്ക് ഇപ്പോഴുള്ളവൻ, അത് വർത്തമാനകാലമാണ്. നിന്റെ ഭൂതകാലം മാത്രം പറയുന്ന പ്രവാചകനല്ല യേശു. ഇപ്പോഴത്തെ റൈറ്റ് നൗ, ഇപ്പോൾ നീ ആരാണ്? നീ എന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും നിന്റെ വീട്ടിൽ ഒരു ഒഴിയാവാതെയില്ലേ? അതെനിക്കറിയാം. ഇത് പറഞ്ഞപ്പോഴാണ് അവള് പറഞ്ഞത്, മതി പറഞ്ഞത്, സമ്മതിച്ചു. എന്താ കാര്യം? ഭൂതകാലം 5 കറക്റ്റ്, വർത്തമാനകാലം 1 കറക്റ്റ്. ഞാൻ ഈ കാലം വീഴാൻ താമസിച്ചാൽ മിക്കവാറും ഭാവി കാലം കൂടെ പറയും. അതെൻ്റെ കഷ്ടകാലമായിരിക്കും. വീണച്ചു പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു. നീ ആരാണ്? ഒരു പ്രവാചകനാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാനിവിടെ സുവിശേഷ ഭാഗത്തേക്കൊന്ന് കടന്നോട്ടെ.
ലോകത്തിൽ പല ആളുകളും യേശുവിനെ യഹൂദനാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ലോകത്തിൽ പല ആളുകളും യേശുവിനെ യജമാനൻ, ഗുരുവാണെന്ന് അംഗീകരിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ ഗുരുവിലുള്ള ആകർഷണ നിമിത്തം ഗാന്ധിജി അടക്കം, സ്വാമി വിവേകാനന്ദൻ അടക്കമൊക്കെ യേശുവിനെ ഗുരുവായി കണ്ടവരാണ്. യേശുവിനെ മഹാന്മാരിൽ ഒരു മഹാനായി കണ്ടവരും നമ്മുടെ ഇടയിലുണ്ട്. ഒരു പടി കൂടെ കടന്ന് ദൈവവിശ്വാസീയമായ വേദഗ്രന്ഥങ്ങളിൽ കാണുന്ന പ്രവാചകനാണ് യേശുവെന്ന് അംഗീകരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ച സത്യങ്ങളിൽ ഒന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ യേശുക്രിസ്തു യഹൂദനാണ്, വലിയവനാണ്, യജമാനനാണ്, പ്രവാചകനുമാണ്. പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾ സമ്മതിക്കാൻ മടിക്കുന്ന, ഞങ്ങൾ അരപ്പണവിടെ വിട്ടുതരാത്തൊരു പോയിന്റും കൂടെയുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്ത് അവൻ സത്യ ദൈവമാണവൻ, അവൻ നിത്യജീവനാണവൻ. ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ ചേർന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ആകാശത്തിന്റെ കീഴിൽ, ഈ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടുവാൻ വേറെ നാമം ദൈവം തന്നിട്ടില്ല. ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് പകരം ഞങ്ങൾക്കൊരു ദൈവമില്ല ലോകത്തിൽ. അത് അംഗീകരിക്കാതെ അതിന് തത്തുല്യമായി ഇതൊക്കെ വളച്ചു കെട്ടി പറഞ്ഞാലൊന്നും ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം പൂർണ്ണമാവില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞങ്ങൾ സല്യൂട്ട് അടിക്കുന്നു. പക്ഷേ ഒടുവിൽ പറയുന്നു, യേശു ഏക സത്യ ദൈവമാണവൻ, അവൻ നിത്യജീവന്റെ മാർഗമാണവൻ. യേശു മുഖാന്തരമല്ലാതെ ആർക്കും നിത്യത്തിലെത്താൻ കഴിയില്ല. ഞാൻ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തേക്ക് എനിക്കൊരു 9 മണിക്ക് യോഗം തീർക്കും. ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അവൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു. ഈ 4 അറിവുകൾക്കപ്പുറത്ത് യേശു എന്റെ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞവർ കരമൊന്ന് ഉയർത്തി ഒന്ന് വീശിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. 4 അറിവുകളിൽ പരിമിതപ്പെട്ടിരിക്കുന്നവര് ഈ കുരുത്തോല പോലെ വീശുന്ന കരങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഞങ്ങൾ അനുഭവിച്ചത് യേശുക്രിസ്തുവിന്റെ യജമാനത്വം മാത്രമല്ല, പ്രവാചകത്വം മാത്രമല്ല, അവന്റെ ദൈവത്വമാണ് ഞങ്ങൾ അനുഭവിച്ചത്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. യേശുവിനെ അവൾ സമ്മതിച്ചു. ഞാനിതൊക്കെ ഇനി ഒന്നാമത്തെ ഭാഗം വിവരിച്ചതുപോലെ എല്ലാം വിവരിക്കാൻ നിന്നാൽ പോകാനൊക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ അങ്ങ് പോകണം. അതുകൊണ്ടല്ല 9 മണിക്ക് അങ്ങ് നിർത്തണം. അതുകൊണ്ട് യേശു പ്രവാചകനാണെന്ന് കണ്ടപ്പം പിന്നെ അവളെ റൂട്ട് മാറ്റി. അത് ശ്രദ്ധിച്ചോളാം. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാര് ഇത്ര നേരം വെള്ളം കോരാൻ വന്ന കൊച്ച്, ആത്മീയ കാര്യമൊന്നും തൊടാത്ത കൊച്ച്, നമുക്കറിയാം ആത്മീയമായിട്ടൊരു ബന്ധവും കാണത്തില്ല, പക്ഷേ ഇതൊക്കെ അറിയാം ഉള്ളിലുണ്ടെന്നേ. ഞങ്ങളുടെ പിതാക്കന്മാര് ആ മലയിൽ ഈ മലയിൽ ആരാധിക്കുന്നു. പിന്നീടുള്ളതെല്ലാം ആത്മീക കാര്യങ്ങളാ. അതാ ഞാൻ പറയും, ഇവക്ക് ആത്മീകോന്നറിയാം. ഇവളെ സമ്മതിപ്പിക്കാൻ യേശുപ്പെട്ട പാടെന്നാന്നറിയാമോ? ഞാൻ ചോദിച്ചു, യേശു ഏകരക്ഷകൻ അറിയാമേലേ? അറിയാം. രക്ഷിക്കപ്പെടണം അറിയാമേലേ? അറിയാം. സ്നാനപ്പെടണം അറിയാമേലേ? അറിയാം. എത്ര നാളായി നടക്കുന്നു? ഇത് സത്യവേദ പുസ്തകം അറിയാമേലേ? അറിയാം. യേശു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശുയുടെ പാപങ്ങളേറ്റു രക്ഷിക്കപ്പെടാം അറിയാം. ആരാധിക്കണം അറിയാം. അന്യഭാഷ അറിയാം. കൃപാവരങ്ങൾ അറിയാം. സ്വർഗം അറിയാം. നരകം അറിയാം. പിന്നെ എന്നാ രക്ഷിക്കപ്പെടാത്തെ? അതിപ്പോ അതാ ഈ പ്രശ്നം. ബീഡി വലിയ തെറ്റാണെന്ന് അറിയാമല്ലേ? അറിയാം. സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്തുണ്ട്, ഇത് ആരോഗ്യത്തിന് പ്രശ്നമാണ്. ഇപ്പോഴാണെങ്കിൽ ഇനി വായിക്കാൻ അറിയാമല്ലെങ്കിലും ഒന്ന് കരുതി പടം കൊടുത്തിട്ടുണ്ട്, തൊണ്ടയ്ക്ക് ക്യാൻസർ പിടിച്ചൊരു പടം. അപ്പം ഇത് വലിച്ചെന്തുണ്ടാവും? ക്യാൻസർ ഉണ്ടാകും. അപ്പം എന്തുവാ ചോദിക്കണ്ടേ കടയിൽ ചെന്ന്? ഈ പടമുള്ള സാധനമല്ലേ ചോദിക്കുന്നേ? ചേട്ടാ 25 രൂപയ്ക്ക് ക്യാൻസർ, അങ്ങനെ ചോദിക്കേണ്ടത്.
നമ്മുടെ ആളെന്നെ ചോദിക്കുന്നത്, നല്ല വലിയ ഗമേല ചോദിക്കുന്നത്, സിഗരറ്റ്. എന്നിട്ട് ബാക്കി തരാനില്ലല്ലോ, എന്നാൽ ആ 10 രൂപയ്ക്കും കൂടെ ക്യാൻസർ തന്നേക്ക്. അങ്ങനെയാ പറയേണ്ടത്. അങ്ങനെ ആരും പറയത്തില്ല. ആരും അറിയാമെന്നേ. ഇങ്ങനെ കള്ളു കുടിച്ച് നശിക്കണോ? കുടുംബത്തിലേക്ക് കാശ് പോകണ്ടേ? വേണം. അറിയാമെന്നേ. പിന്നെ എന്നാ കുഴപ്പം? അത് പണ്ട് വീരശംഭുവിൻ്റെ കഥ പറഞ്ഞ പോലെ. പിള്ളേരുടെ കേക്കെങ്ങനെ ഇയാളിങ്ങനെ തള്ളുക എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ഇപ്പോഴത്തെ ഭാഷ അങ്ങനല്ല, തള്ളി മറിച്ചിടുക. ഇപ്പം തള്ളി മറിച്ചിടുകയാണ് കോട്ടിലെ വീരകഥകൾ. അപ്പം പിള്ളേർ ചോദിച്ചു ശംഭുച്ചനോട്, ഒരു സംശയം, എന്താണ്? കാട്ടിൽ പുലിയില്ലേ? പിന്നെ പുലിയില്ലേ? പുലിയെ പിടിക്കാൻ മേലെ? പിന്നെ പിടിക്കാൻ മേലെ? പിടിച്ചാ കടിക്കൂലേ? പിന്നെ കടിക്കൂലേ? പിന്നെ എങ്ങനെയാ പിടിക്കൂല. ഒരു കാലത്തും പിടിക്കൂല. പിന്നെ കടിക്കുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. ഈ സുവിശേഷ പ്രസംഗം എല്ലാം കേട്ടും നല്ല പ്രസംഗം കേട്ടോ, കൊള്ളാട്ടോ. ഇതൊക്കെ പറഞ്ഞ് തലകുലിക്കാലും ഇല്ലേലും ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾ പറഞ്ഞ ഏകരക്ഷകൻ, റിയൽ ഫാക്ട്, അത് സത്യമാണ്. 2 സത്യം ഇഴച്ചു കെട്ടിയല്ല ഞങ്ങൾ പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം താങ്കളെ സ്നേഹിച്ചത് കൊണ്ട് ആ രക്ഷയാ ഞങ്ങൾ പറയുന്നത്. വേറെ മാർഗമില്ലെന്ന്. എല്ലാ പുഴയും കൂടെ ഒഴുകി അവിടെ ചെന്ന് പറയാം, അങ്ങനെയൊന്നും പറയാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നെന്ന്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, അത് പറയാനാ വന്നിരിക്കുന്നത്. സ്തോത്രം. പിന്നെ ചില ഗതികെട്ട് സമ്മതിക്കും. അവസാനം രോഗം വന്ന്, പ്രശ്നം വന്ന്, ഈ ഗതികേട് കൊണ്ടല്ല യേശുവിനെ സ്വീകരിക്കേണ്ടത് കേട്ടോ. അന്തസ്സുള്ളപ്പം, അഭിമാനമുള്ളപ്പം, സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഉള്ളപ്പം, അല്ലാതെ ചുമച്ചും കുരച്ചും ജീവിതത്തിൽ ക്യാൻസർ വന്നും ജപ്തി വന്നും മുമ്പോട്ട് പോകാൻ വഴിയില്ലാത്തപ്പോൾ എന്നാ പിന്നെ യേശു ക്രിസ്തു തൂണ, അങ്ങനെയൊന്നുമല്ല അവരെ. അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല, അന്നേരം കണ്ടെത്താൻ പറ്റുമെങ്കിൽ വാ. പക്ഷെ ഒരു കാര്യം പറയാം, താങ്കൾക്ക് വേണ്ടി യേശു കുരിശിൽ മരിക്കുമ്പോൾ പെൻഷൻ പറ്റിയ വയോധികനൊന്നുമല്ലായിരുന്നു. ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ തൻ്റെ കഴുത്ത് ക്രൂശിൽ താങ്കൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ യേശുവിനെ മനസ്സ് വെച്ചെങ്കിൽ, ആരോഗ്യമുള്ളപ്പോഴും സൗന്ദര്യമുള്ളപ്പോഴും ഈ യേശുവിന്റെ പുറകെ വരാൻ ഒരു തൻ്റെ ഇടം കാണിക്കണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വന്നവർക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗതികെട്ടിട്ടല്ല യേശുവിന്റെ പുറകെ അവരുടെ അഭിമാനത്തോടെ വേണം യേശുവിന്റെ പുറകെ വരാൻ. ഇനി ഇവിടെ ഈ ശമരിയ സ്ത്രീ സമ്മതിച്ചു പോയ രംഗം കൂടെ എനിക്ക് പറയണം. അത് പറയണം. യേശുക്രിസ്തു പാപിയെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന യേശുവ എന്ന് പറഞ്ഞ പാപ രോഗം സൗഖ്യമാക്കുന്നവനാണ് യേശു. നമ്മുടെ രോഗങ്ങൾക്ക് ആശുപത്രി ചെന്നാൽ ചില രോഗങ്ങൾ ഗുളിക കൊണ്ട് മാറില്ല. അപ്പം എന്തുണ്ടാവും? ഒരു കുത്തിവയ്പ്പ് ഉണ്ടാവും. കുത്തിവെക്കുന്നതിന് ആർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. നമ്മളതിനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മത്തായി ചേട്ടൻ 47 വയസ്സ്. അപ്പം നമ്മൾ പറയും പോയിട്ട് വരാം. കുത്തിവെക്കാൻ പോകുന്ന അവിടെ ചെന്ന് കഴിയുമ്പോൾ 4 പാർട്ടാണ് കുത്തിവെക്കുന്നതിന്. അറിയാമല്ലോ, 4 ഭാഗം. ഒന്ന്, ഷർട്ടിൻ്റെ ബട്ടൺ സഹിച്ച് ഈ പഞ്ഞി സ്പിരിറ്റിൽ വെച്ച് മുക്കി ഒരത്തെ വെച്ച് ഇങ്ങനെ നേഴ്സ് കൊച്ചതിനെ തേച്ചുകൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തെ ഭാഗം. അപ്പം നമ്മൾ വിചാരിച്ചു എന്ത് സുഖം. നമ്മൾ വിചാരിച്ചു ഭയങ്കര കുത്തിവയ്പ്പാണ്, വലിയ സൂചിയൊക്കെ കുത്തിയവർക്ക് തണുപ്പ്. ഈ നേഴ്സുമാർ പിള്ളേരൊക്കെ ഉണ്ട് അല്ലേ, അവർക്ക് അങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരുന്നേച്ചും സൂചി കയറുന്ന രംഗമുണ്ട്. എന്നറിയാമോ? ചേട്ടൻ എവിടെ നിന്ന് വരുന്നു? നമ്മൾ എന്തു പറഞ്ഞു? ഞാനങ്ങ് നിലമ്പൂരിന്ന് പറയുകയും സൂചി കയറുകയും ചെയ്യും. അറിയേല. ഇത്ര മിടുക്കി പിള്ളേരാ, നേരെ ചുവ പഠിച്ച പിള്ളേരാണെങ്കിൽ. അല്ലെങ്കിൽ അവർക്കറിയാം ഈ തൊഴിലിനോട് താല്പര്യമില്ലാത്തവർ കുത്തിവെക്കുന്നതും താല്പര്യമുള്ളവർ കുത്തിവെക്കും. രണ്ടാ. താല്പര്യമുള്ളവർ ഈ പറഞ്ഞതുപോലെ കുത്തി, അല്ലാതെ കുത്ത. ഈ തൊഴിലിനോട് അവർക്ക് ഇഷ്ടമില്ല. സൂചി ഒടിഞ്ഞാലും വേണ്ടില്ല, ഒറ്റ കുത്തി മൃഗത്തെ കുത്തി എറിഞ്ഞു പിടിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം, സൂചി കയറിയപ്പം നമ്മൾ ഒരു കട്ടുറുമ്പ് കടിച്ച വേദന ഈ കൊച്ചു പറ്റിച്ച് കളഞ്ഞല്ലോ. അപ്പം മരുന്ന് കയറിയിട്ടില്ല. അപ്പം കൊച്ചു പറഞ്ഞു, ചേട്ടന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പം നമ്മൾ വീട്ടിലുള്ളവരുടെ പേരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, റബ്ബർ വെട്ടാൻ പോകുന്നു, പത്രത്തിൻ്റെ പണി, കരിങ്കല്ലിൻ്റെ പണി, നമ്മൾ
ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചും ചെയ്തുകൊണ്ടിരിക്കുക. ഈ തള്ളവരൽ പതിയെ അമർത്തി മരുന്നിങ്ങനെ മരുന്ന് കയറി തീരുന്നത് വരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ദൈവമേ അമ്മായിയുടെ മോള് പോലും ഇത്രയും വർത്താനം പറയത്തില്ലല്ലോ. എന്നാൽ പിന്നെ ഒരു എപ്പിസോഡ് പറഞ്ഞേക്കാമെന്ന് കരുതി വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ മരുന്ന് തീർന്നു. കൊച്ചു സൂചി പതുക്കെ വലിച്ചെടുത്തിട്ടു. ചേട്ടാ കഴിഞ്ഞു. ഈ പഞ്ഞി വിട്ടിട്ടില്ല, ചേട്ടൻ ഇച്ചിരി ചോര പൊടിഞ്ഞിട്ടുണ്ട്, ലേശം അങ്ങോട്ട് മാറി ഇന്ന് അമർത്തി തൂത്തിട്ട് വീട്ടിൽ പൊക്കോളാൻ പറയും. ഇങ്ങനെ 4 ഭാഗമായിട്ടാണ് കുത്തിവെക്കുന്നത്. യേശു കുത്തിവെക്കുന്നത് കണ്ടോളണം. എന്താണെന്നറിയാം? 4 വാക്യങ്ങൾ, 4 ഭാഗങ്ങൾ. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി, അതാണ് ഒന്നാമത്തെ ഭാഗം. 2, 5 എണ്ണം ഉണ്ടായിരുന്നു. 3, ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല. 4, നീ പറഞ്ഞത് സത്യം തന്നെ. ആദ്യ അവസാനവും പഞ്ഞി സ്പിരിറ്റുവാ. ആദ്യത്തേത്, നിനക്ക് ഭർത്താവില്ല നീ പറഞ്ഞത് ശരി, സുഖിപ്പിക്കുക. അപ്പം അവൾ വിചാരിച്ചു, അയ്യോമ്മേ ഇങ്ങേർക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ ജീവിതം ഇത്രയും കുഴഞ്ഞതാണെന്ന്. എന്തേലും ആകട്ടെ, അങ്ങനെ സുഖിപ്പിച്ചോണ്ടിരിച്ച് സൂചി തീർന്ന് കണ്ടോളാം, നിനക്ക് 5 എണ്ണം. എന്താ ഞെട്ടിപ്പോയി. ഭൂതകാലം. ഓ, വീട്ടിലൊരുത്തരിപ്പുണ്ട്. അപ്പോഴാ മരുന്ന്. ഇപ്പോഴുള്ളവൻ, അതാ മരുന്ന്. അത് പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിയെന്ന് മനസ്സിലായി. യേശു പറഞ്ഞു, ചോര പൊടിഞ്ഞിട്ടുണ്ട്, സാരമില്ല, നീ പറഞ്ഞത് സത്യം തന്നെ, തൂത്തിട്ട് വീട്ടിൽ പോക്കോളാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്ത പാപങ്ങൾ ലോകത്തിൽ ആരോട് പറഞ്ഞാലും കോലെ കുത്തിയാലെ തൂക്കും, നിന്നെ അപമാനിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഉള്ളത് പറയാമെങ്കിൽ മുമ്പിലിരിക്കുന്നവൻ അറിയാതെ, പുറയിരിക്കുന്നവൻ അറിയാതെ, ഇടത്തും വലത്തും ഇരിക്കുന്നവൻ അറിയാതെ, കടത്തി പറഞ്ഞോട്ടെ, നിന്റെ ജീവിതം പങ്കിടുന്ന ജീവിത പങ്കാളി പോലും അറിയാതെ പറയേണ്ടവനോട് പാപങ്ങൾ ഏറ്റു പറയാമെങ്കിൽ നിന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്ന് നിന്നെ സമാധാനത്തിന്റെ പുതപ്പിട്ട് മൂടി നിന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശുവെന്ന് പറയുമ്പോൾ ആ സമാധാനം അനുഭവിച്ചവർ ഒരിക്കൽ കൂടെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ മൂന്നാമത്തെ ഭാഗത്തേക്ക് വന്ന് നിർത്താൻ പോവുകയാണ്. 1, അവൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു. 2, സമ്മതിക്കേണ്ടതെല്ലാം സമ്മതിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അനുസരിക്കുവാൻ തയ്യാറായി. ആ തയ്യാറായ നിപ്പ് നിങ്ങൾ കാണണം ബൈബിളിൽ. കേട്ടോ, ഒരു സ്ത്രീ പാപം ചെയ്തപ്പോൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ബൈബിളിലുണ്ട്. വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ആ പതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഞാൻ 8 വർഷമായി ആ പ്രസംഗം ഉണ്ടാക്കാൻ നടക്കുക. തീർന്നിട്ടില്ല, ഫിനിഷിംഗ് ആയിട്ടില്ല. 8 കൊല്ലമായി. അതിങ്ങനെ ഓരോ ഭാഗം ശരിയാക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്ത് നോക്കിക്കുക നിങ്ങൾ. എനിക്ക് ആ വേദപദം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പദപ്രയോഗം ആരോ പ്രസംഗിച്ചും കേട്ടിട്ടുണ്ട്. 2 പദങ്ങൾ. 1, യേശു കുനിഞ്ഞു. വായിച്ചിട്ടുണ്ടോ? 2, യേശു നിവർന്നു. അവിടെ അതിൻ്റെ അർത്ഥം എന്നാന്ന് മനസ്സിലായോ? യേശു കുനിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, നിവർന്നപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ടെന്ന് വെച്ച് പറഞ്ഞു, ഗുരുവേ, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ തൊണ്ടി സഹിതം പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പം മറ്റേ ആളെന്തെന്ന് നമുക്ക് ചോദിക്കാം. ആളവിടെ കാണുന്നില്ല. യേശു ആളെ കാണിച്ചു കൊടുത്ത രംഗമാണ് പിന്നെ ചിന്തിക്കേണ്ടത്. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. അപ്പം ഇവർ ചിന്തിക്കുക, പണ്ട് ലാസറച്ചാനൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ. പറഞ്ഞു, എന്തുവാടെ ഈ ഒരു ന്യായപ്രമാണ പിടിച്ചുകൊണ്ട് വന്നപ്പം ന്യായം വിധിക്കാതെ എഴുതി ഇപ്പോഴാണോ തറയും പറയൊക്കെ പഠിക്കുന്നത്, സാക്ഷരത പഠിക്കുക, എന്തുവാ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒരാൾ പറഞ്ഞു, ഞാൻ പോയി നോക്കിച്ചു വരാം, എന്തുവാ ഇത്ര കാര്യമായിട്ട് എഴുതുന്നു. അങ്ങനെ ഇയാൾ ചെന്ന് നോക്കി, എന്തോ ഇത്ര കാര്യമായിട്ട് മണൽ എഴുതുന്നു. ചെന്നപ്പോണ്ടല്ലോ, നിങ്ങളിൽ പാപമില്ലാത്തവർ, ഇവളെ ഒന്നാമത് ഇവളുമായിട്ട് പാപം ചെയ്ത ലിസ്റ്റ് യേശു എഴുതിക്കൊണ്ടിരിക്കുക എന്ന് ആ പ്രസംഗം പറഞ്ഞു. ഈ ചെന്ന് നോക്കിയവൻ്റെ പേര് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. അവൻ വന്നു വെച്ച് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്, നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്ക്, എനിക്ക് പിന്നെ 4 മണിക്ക് പിള്ളേർ വരും, പിന്നെ നിങ്ങൾ അച്ചാനല്ലേ പിടിച്ചോണ്ട് വന്ന അത് നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ഞാനത് നിങ്ങൾ കൈകാര്യം പറഞ്ഞു. ആ പുള്ളി പോയി. ബാക്കി പറഞ്ഞാലോ, ചെന്ന് നോക്കുന്നവൻ എന്തുവാ കാണുന്നേ? ഒരു അനുമാനമാണ്, ശരിയൊന്നും ആയിരിക്കണമെന്നില്ല, ഒരു ഭാവനാപരമായി.
നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. യേശു കുനിഞ്ഞത് കൊണ്ടാണ് ഇവരെല്ലാം നിവർന്നു നിന്നത്. സത്യം, നമ്മളെല്ലാം നിവർന്നു നിൽക്കുന്നതിൻ്റെ കാരണം യേശു കുനിഞ്ഞത് കൊണ്ടാണ്. ഒടുവിൽ യേശു നിവർന്നു. ഒരെണ്ണം അവിടെ ഇല്ല, ഒരെണ്ണം അവിടെ ഇല്ല. പകരം ആരുണ്ട്? ഇവളുണ്ട്. അവൾ അനുസരിക്കാൻ നിൽക്കുന്ന നിൽപ്പ് നിങ്ങൾ കണ്ടോ? എല്ലാവരും ഇട്ടേച്ച് പോയപ്പോ ഇവൾക്ക് വേണമെങ്കിൽ ഓടി പോകാമായിരുന്നു. യേശു ചോദിച്ചു, ആരുമില്ലേ? ഇല്ല. എവിടെ പോയി? എല്ലാം പോയി. നീയോ? ഞാൻ പോകുന്നില്ല. ആരും നിന്നെ കുറ്റപ്പെടുത്തില്ല. ഇല്ല. നീ എന്ത് ശിക്ഷ വിധിച്ചാലും സ്വീകരിക്കാൻ നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, അതിന്റെ പേരാണ് അനുസരണം എന്ന് പറയുന്നത്. കർത്താവിനെ അറിയുകയും അവന്റെ കൽപ്പനകൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കേവലം സ്നാനം മാത്രമല്ലത്. എന്തുകൊണ്ടാണ് ആളുകൾ രക്ഷിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് സ്നാനപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഇതൊക്കെ അറിയാമായിരുന്നു വേർപെട്ട് വരാത്തത്? എന്താ ദൈവത്തെ ആരാധിക്കാത്തത്? ഉത്തരം, ആഗ്രഹമുണ്ട് പാസ്റ്ററെ. പക്ഷേ ഭർത്താവ് സമ്മതിക്കുന്നില്ല, ഭാര്യ സമ്മതിക്കുന്നില്ല, കൊച്ചപ്പൻ സമ്മതിക്കുന്നില്ല, പിള്ളേർ സമ്മതിക്കുന്നില്ല. ഈ സമ്മതിക്കാത്ത കുറെ ആളുകൾ പേടിച്ചിട്ടാ. ഞങ്ങൾ സ്നേഹത്തോടെ പറയുകയാണ്, ഞങ്ങൾക്കെല്ലാം ഈ പേടി ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ പാടിയൊരു പാട്ടുണ്ട്, ആഴിയെന്നോർത്തില്ല. ബാക്കി പറഞ്ഞ്, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഭയപ്പെട്ടിട്ടില്ല, തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകുമെന്ന് വെല്ലുവിളിച്ച വെല്ലുവിളികളെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ ഞങ്ങൾ വിശ്വസിച്ചിറങ്ങി തിരിച്ചപ്പോൾ കാലങ്ങൾ കൊണ്ട് അവയ്ക്ക് ഞങ്ങളുടെ കാൽ ചുവട്ടിൽ അമർത്തി തന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെയാ പേടിക്കുന്നത്? ധൈര്യവും തന്റെ ഉണ്ടെങ്കിൽ യേശുവിനെ അനുസരിക്കുവാൻ തയ്യാറാവുക. അതിനും കൂടെ ഒരു ഉദാഹരണം പറഞ്ഞ് എനിക്കൊരു തൃപ്തിയുള്ളൂ. 5-6 മിനിറ്റ് ഉണ്ടല്ലോ. ഈ പ്രസംഗത്തിൽ മാത്രം പറയുന്ന രസകരമായൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക. ആ ഉപമയുടെ പേര് കോഴിക്കോട് ഡ്രാമ എന്ന. കോഴിക്കോട് ഡ്രാമ കേട്ടോളണം. പണ്ട് കോഴിക്കോട് ഡ്രാമ നടത്തി. ഈ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടുമെന്നൊക്കെ അറിയാം, എന്നിട്ട് മുങ്ങാത്തവർക്ക് വേണ്ടിയായി പറയുന്നത് കേട്ടോ. അപ്പോൾ ഡ്രാമയുടെ സംഭവം എന്നറിയാമോ? മറിയ കൊച്ചും യോസേപ്പും കൂടെ, മറിയ പൂർണ്ണ ഗർഭിണിയായി സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നു. യോസേപ്പ് താങ്ങിപ്പിടിച്ചിട്ടുണ്ട്. വാതിൽക്കൽ മുട്ടുന്നു. ഒരു കൊച്ചൻ വാതിൽ തുറക്കുന്നു. യോസേപ്പ് ഗദ്ഗതത്തോടെ പറയണം, മറിയ ഇപ്പം പ്രസവിക്കും, അല്പം സ്ഥലം തരണം. ആക്രോശിച്ചുകൊണ്ട് വാതിൽ കൊട്ടി അടച്ചുകൊണ്ട് വീട്ടുകാരൻ പറയും, ഇവിടെ സ്ഥലമില്ല, കൊട്ടി അടയ്ക്കണം. ഇതാണ് രംഗം. നാടകത്തിന്റെ കർട്ടൻ ഉയർന്നു. സമയം രാത്രി 12 മണി. ആനിവേഴ്സറിയാ. തലയുടെയൊക്കെ വെച്ച് കെട്ടി മറിയ കൊച്ചു സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടു. കൂടെ യോസേപ്പുമുണ്ട്. ഒരു ബെഞ്ചിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരാ അപ്പുറത്തും. ഈ കൊച്ചിൻ്റെ നിപ്പ് കണ്ടപ്പം കൊച്ചിൻ്റെ പപ്പയും മമ്മിയും വാ വിട്ട് ചിരിച്ച്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് പൂർണ്ണ ഗർഭിണിയായിട്ട് വന്ന് ആരാ ചിരിക്കാത്ത? പിന്നെ പിള്ളേർക്കൊരു കുഴപ്പം എന്നറിയാമോ? നമ്മൾ ചിരിച്ചാൽ അവർ കരയും. അറിയാമോ? നമ്മൾ കരഞ്ഞാൽ അവർ ചിരിക്കും. നിങ്ങൾ അടുക്കളയിൽ തെന്നി വീണാൽ അവർ കൈകൊട്ടി ചിരിക്കും. അങ്ങനെ അവർ ഈ പപ്പയും മമ്മയും കൂടെ പാതിരാത്രി കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ മറിയ കൊച്ചിനെ അങ്ങ് ഭയങ്കര സങ്കടം വന്നു. അവൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി, ചിടുങ്ങാൻ തുടങ്ങി. പിള്ളേർക്കൊരു യൂണിറ്റി ഉണ്ട്, നമ്മളെപ്പോലൊന്നുമല്ല. മറിയ കൊച്ചു പതുക്കെ ചിണുങ്ങിയേ ഉള്ളൂ. പക്ഷെ യോസേപ്പ് എന്ത് ചെയ്തു? കരഞ്ഞു. രണ്ടുപേരും കൂടാണ് വാതിൽക്ക് ചെന്ന് മുട്ടുന്നത്. വാതിൽക്ക് ചെന്ന് മുട്ടിയപ്പോൾ ഈ വാതിൽ തുറന്ന കൊച്ചു നോക്കിയപ്പം അങ്ങേ ബെഞ്ചിൽ നിന്ന് പഠിക്കുന്ന മറിയ എന്ത് ചെയ്യുന്നു? കരയുന്നു. യോസഫ് എന്ത് ചെയ്യുന്നു? കരയുന്നു. അവൻ വാവിട്ട് കരഞ്ഞു. അവൻ വാവിട്ട് കരഞ്ഞു നോക്കിയപ്പോൾ സാറ് ജോർജ് സാർ അവിടെ നിൽക്കുന്നു. പുള്ളി ഒരു ഡയലോഗ്. ഈ കൊച്ചൻ പറഞ്ഞു, മറിയ ഇപ്പൊ പ്രസവിക്കും, സ്ഥലം തരണം. അപ്പൊ ഈ വീട്ടുകാരൻ ഇങ്ങനെ നോക്കുക, വലിയ സ്റ്റേജാ. അപ്പോൾ ജോർജ് സാറിന് തോന്നി ഇവനെങ്ങാനും സ്ഥലം കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന്. ജോസ് പറഞ്ഞു, സ്ഥലമില്ലെന്ന് പറയടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കൊച്ചൻ പറയാ, സ്ഥലം ഉണ്ടല്ലോ, സ്റ്റേജിൽ 10-40 അടി നീളോ 20 അടി വീതിക്കുള്ള സ്ഥലമുണ്ടല്ലോ. സാറവിടെ ഒന്ന് കണ്ണുരുട്ടി
നിന്റെ മോഡറേഷൻ വാക്ക് ഞാൻ കുറയ്ക്കും. ഇവർ മറിയ ജോസഫ് ജയിലിലേക്ക് പോകും, നീ ആറിക്കിടക്കും, നിന്നെ ശരിയാക്കും, നാടൻ കെട്ടും, എല്ലാം സ്ഥലമില്ലതും. യോസേപ്പാണെങ്കിൽ ഇപ്പൊ ആ കഥയുടെ ക്ലൈമാക്സ് കേൾക്കണം. ആ കൊച്ചു പറയാ, എന്റെ പൊന്നു യോസേപ്പച്ചായ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പക്ഷേ ജോർജ് സാറ് സമ്മതിക്കുക. ഇനി ഇതിൽ കൂടുതൽ പച്ചയായൊരു സുവിശേഷം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വചനം കണ്ടെത്തിയിട്ടുള്ള ദൈവമക്കളെ, രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവത്തിന് വേണ്ടി നിൽക്കാനും അറിയാവുന്നവരെ, അവരെ തടയുന്നവരോടാ പറയുന്നത്. നിങ്ങളോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല, അനുസരിക്കുവാൻ തയ്യാറുള്ളവരെ അംഗീകരിക്കുന്നുമില്ല. സ്നേഹത്തോടെ പറയാണ്, മാറി നിൽക്ക്, അവർ ദൈവരാജ്യത്തിന്റെ അവകാശികളായി മാറട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ അവസാന ഭാഗത്തേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, ആ മലയിലുമല്ല ഈ മലയിലുമല്ലെന്ന് പറഞ്ഞപ്പം യേശുവിന്റെ ചങ്കുളുക്കിപ്പോയി. ഇവള് പറയുക, മശിക വരുമ്പോൾ തിരുക, മശിക വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞപ്പോഴാണ് യേശു ഒരു കാര്യം സമ്മതിച്ചത്. എന്ന് പറഞ്ഞാൽ അർത്ഥം പറയാം, മശിക വരുമ്പോൾ എന്റെ ഈ തകർന്ന ജീവിതം അന്ന് നന്നാകും എന്ന് പറഞ്ഞാൽ, വാഹനത്തിന്റെ ബുക്കും പേപ്പറും പണയം വെക്കാവുന്ന സ്ഥലമുണ്ട്, നിങ്ങളുടെ ആധാരം പണയം വെക്കാവുന്ന സ്ഥലമുണ്ട്, ആൾ ജാമ്യത്തിന് പണം കിട്ടുന്ന പണയം വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഉപഭോഗ സംസ്കാരത്തിൽ കീറി പറഞ്ഞ ജീവിതം പണയം വെക്കാൻ ഇവിടെ ഒരു സ്ഥലവുമില്ല. എന്നാൽ കീറി പറഞ്ഞ ജീവിതം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ തകർത്ത് കളഞ്ഞവൻ പറയുന്നു, നിന്റെ തകർന്ന ജീവിതം കൂട്ടിത്തുന്നാൻ എനിക്ക് പറ്റും. നിനക്ക് വേണ്ടത് നിന്റെ മാംസളമായ ശരീരമല്ല, നിന്റെ യൗവനമല്ല, നിന്റെ സൗന്ദര്യവുമല്ല. 6 പേർക്ക് വേണ്ടത് ശരീരമാണെങ്കിൽ എനിക്ക് വേണ്ടത് ഈ ശരീരത്തിനകത്ത് ഉടയാത്ത ഒരു ഹൃദയം നിനക്കുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടിയത്. 5 ദേവന്മാരെ അവർ ആരാധിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ 5 ദേവന്മാരെ ആരാധിച്ചതിന് ശേഷം യേശുവിന്റെ കാലഘട്ടത്തിൽ അവർ 6ാമത്തെ ദൈവത്തെ ആരാധിക്കുകയാണ്. യേശു പറയുന്നു, പഴയമത്തിൽ യഹോവ പറയുന്നു, ഞാനാണ് നിങ്ങളുടെ ഭർത്താവ്. ഈ ഭർത്താവിനെ വിട്ട് അന്യ ദൈവങ്ങളെ സേവിക്കുന്നവർ പരസംഗം ചെയ്യുന്നു എന്നാണ് പഴയമത്തിന്റെ ഭാഷ്യം. യേശു പറയുന്നു, നിങ്ങൾ ആരാധിച്ച 6 ദേവന്മാരും നിങ്ങളുടെ ആത്മീക മണവാളനല്ല. എന്നാൽ ഇന്ന് പകൽ നിന്റെ മുൻപാകെ നിൽക്കുന്ന ഞാനാണ് നിന്റെ ആത്മീക മണവാളൻ. മശിക വരുമ്പോൾ നീ നന്നാകാനിരിക്കുകയാണെങ്കിൽ നിന്നെ നന്നാക്കാൻ വന്ന മശികയോടാണ് നീ സംസാരിക്കുന്നത്. നിന്നോട് സംസാരിക്കുന്ന ഞാൻ. എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് ദൈവസന്നിധിയിൽ. ദൈവത്തെ ഓർത്ത് ആരും പോകാനല്ല പറയുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് പ്രിയപ്പെട്ടവര്. നട്ടുച്ച നേരത്തായിരിക്കണം ഒരു പാത്രം വെള്ളത്തിന് വന്നവൾ തിരിച്ചുപോയത് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന ഒരു കിണറുമായി. ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു വിട്ടവൾ ഒരു പട്ടണത്തെയാണ് വിളിച്ചുകൊണ്ടുവന്നത്. ഒരു പട്ടണത്തെയാണ് വിളിച്ചുകൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞങ്ങൾ പറയട്ടെ, ഈ യോഗത്തിൽ നിങ്ങൾ വന്നത് ശമരിയ സ്ത്രീ ചെയ്ത അക്ഷരികമായ പാപങ്ങളായിരിക്കത്തില്ല, മറിച്ച് അനവധി ദേവന്മാരെ കൈക്കൊള്ളുന്നവരെ നിങ്ങളുടെ വേദനകൾ വർദ്ധിക്കുമെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മനസ്സിന്റെ പകർച്ചകളെ പണിയുവാൻ കഴിയുന്ന, ജീവിതത്തിന്റെ പരാജയങ്ങളെ ഉടച്ചു വാർക്കാൻ കഴിയുന്ന യേശു പറയുകയാണ്, ഇന്ന് രാത്രിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, യോഗം പിരിയുന്നതിന് മുൻപ് മശികാവുന്ന ഇടപെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നെഞ്ചത്തോടൊന്ന് കൈപിടിച്ചു വെച്ച് പറ, കൈവച്ചു പറ, ഈ യേശുവിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ ലോകത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ട് ഞാൻ ഇനിയും മറ്റൊരു ദൈവത്തെ, ലോകത്തിന്റെ സ്നേഹത്തെ അന്വേഷിച്ച് ഞാൻ പോവുകയില്ലെന്നും എന്റെ യേശു നൽകുന്ന സ്നേഹം എനിക്ക് മതി എന്ന് തീരുമാനിക്കുവാൻ മനസ്സുള്ളവർ 2 കണ്ണും അടച്ച് ദൈവമുൻപാകെ നിൽക്കുമ്പോൾ
രണ്ട് കരവും നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഈ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടണം. ഈ ലോകത്തേക്കാൾ എനിക്കെന്റെ യേശുവിന്റെ സ്നേഹം മതി. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയുടെ സ്നേഹത്തിക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തിക്കാൾ അങ്ങേ വിട്ടൊന്നും ഒരു തീരുമാനമെടുക്കാമോ? ഇതുവരെയും സഞ്ചരിച്ച പ്രവർത്തിച്ച് കാലം ക്രൂശിനോട് ബന്ധിക്കപ്പെടാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. നഷ്ടപ്പെടുത്തിയ സാക്ഷ്യങ്ങൾ, കീറിപ്പറഞ്ഞുപോയ ജീവിതങ്ങൾ, തകർന്നുപോയ ജീവിതങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രപഞ്ചത്തിന്റെ പെരുന്തച്ഛനായ ശില്പിയായ യേശുവിന്റെ കരങ്ങളിൽ ഞാനിതാ ഏൽപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നവരെ കരം നെഞ്ചത്തോട് ചേർന്നിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഈ രാത്രി യോഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ വർഷത്തെ സകല പാപങ്ങളും വെച്ചു പറഞ്ഞുകൊണ്ട് പുതുവർഷത്തിൽ യേശുവിന്റെ കരം പിടിച്ച് ഈ യേശുവല്ലാതെ മറ്റൊരു ദൈവത്തെ എനിക്ക് വേണ്ട തീരുമാനത്തിന് മടങ്ങുവാൻ ഇന്ന് രാത്രി സ്വർഗം എനിക്കും നിങ്ങൾക്കും ഇടയാക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, സുവിശേഷ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിൽ നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശികയെന്ന് ഒരാളോടും തുറന്നു പറയാത്ത കർത്താവ് ശമര്യ സ്ത്രീയുടെ മുൻപാകെ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രി അങ്ങ് എനിക്കൊന്നറിയണം, ഒന്നനുഭവിക്കണം, എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം, എന്റെ പകർച്ചകളിൽ എന്നെ പണിയണം എന്ന ആഗ്രഹത്തോടെ പിടയ്ക്കുന്ന നെഞ്ചിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. നാളുകളായുള്ള ശാപത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. അനവധി ദേവന്മാരെ ആരാധിച്ച വേദനകൾ ഇന്ന് രാത്രി പരിഹരിക്കപ്പെടട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാപത്തിന്റെ ബന്ധനങ്ങൾ, പാപത്തിന്റെ ബന്ധനങ്ങൾ, രോഗത്തിന്റെ ബന്ധനങ്ങൾ ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ കർത്താവേ. യേശു ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ അവൾ സാക്ഷിച്ചതുപോലെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ കർത്താവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഇരു കരങ്ങളും ചേർത്തടിച്ച് അറിയേണ്ട ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചവർ കരങ്ങളൊന്ന് ചേർത്തടിച്ച്, സമ്മതിക്കേണ്ടതെല്ലാം സമ്മതിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ കരങ്ങൾ ചേർത്തടിച്ച്, എന്റെ കർത്താവിനെ അനുസരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ ഇരുകരങ്ങളും ചേർത്തടിച്ച് പറയണം, എന്റെ പാപത്തെ അവസ്ഥയെ സ്നേഹിച്ചു, എന്റെ പാപത്തെ വെറുത്തു, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല.